ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് വേഗം നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടാണ്. ഓക്കെ, നാളത്തേക്ക് നിങ്ങൾ ഈ ഒരു ലെവൽസ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ലെവൽ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതായത് 24,070 മുതൽ 24,100 വരെയുള്ള ഒരു ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് 24,000 ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 23,900 മുതൽ 23,935 ആ ഒരു ഏരിയ എന്നുള്ളത് സപ്പോർട്ട് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആണ്. അതായത് 23,830 മുതൽ 23,790 വരെയുള്ള ഏരിയ എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പം ഇത് നിങ്ങൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാളത്തേക്കുള്ളൊരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ, അതായത് 24,100 മുകളിൽ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ഒരു സി ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വോളിയം കണ്ടെങ്കിൽ മാത്രമേ ഞാൻ നല്ലൊരു ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുള്ളൂ. അതായത് നമുക്ക് 24,030 ഒരു ഏരിയ ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 24,170 ഏരിയയും റെസിസ്റ്റൻസ് ആണ്. അപ്പം നല്ലൊരു വോളിയം കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ലെവലിന് മുകളിൽ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലുണ്ട്. അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്, അതായത് 24,190, അതായത് നമുക്ക് 24,200 മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,245 ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എഗെയിൻ പ്രൈസ് റിജക്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവല് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പ്രൈസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ പി സൈഡ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴെയാണ്. അതായത് 23,900 എന്ന് പറയുന്ന ലെവലിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,830 ആ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, തന്നെ 24,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ 24,170 മുതൽ 24,200 വരെയുള്ള ഏരിയ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പ്രീവിയസ് ചാർട്ടിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്ത് താഴേക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു പി സൈഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.